ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യകാല പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ്. സന്യാസി ലഹള. സന്യാസി ലഹള നടന്നത് 1770 മുതൽ 1820 വരെയാണ്. 1770 മുതൽ 1820 വരെയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ഏറ്റവും പ്രാകൃതമായ വിപ്ലവമാണ് സന്യാസി ലഹള. സന്യാസി ലഹള നടന്ന പ്രദേശം ബംഗാൾ, ബീഹാർ, ഒഡീഷ. സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം 1882. നെക്സ്റ്റ് കട്ടബൊമ്മൻ വിപ്ലവമാണ്. കട്ടബൊമ്മൻ വിപ്ലവം നടന്ന കാലഘട്ടം 1799 മുതൽ 1805 വരെയാണ്. കട്ടബൊമ്മൻ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേര് പോളിഗർ വിപ്ലവം എന്നാണ്. കട്ടബൊമ്മൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് തിരുനെൽവേലി, തമിഴ്നാട്. വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്. പാഞ്ചാലക്കുറിഞ്ചിയിലെ ഭരണാധികാരിയാണ് കട്ടബൊമ്മൻ. കട്ടബൊമ്മനെ തൂക്കിലേറ്റാൻ വിധിച്ചത് മേജർ ജോൺ ബാനർമാൻ ആണ്. കട്ടബൊമ്മനെ പരസ്യമായി തൂക്കിലേറ്റിയത് കയത്തർ കോട്ട, തിരുനെൽവേലിയിലാണ്. രണ്ടാം പോളിഗർ യുദ്ധം നടന്നത് 1800-801 കാലഘട്ടത്താണ്. രണ്ടാം പോളിഗർ യുദ്ധം അറിയപ്പെടുന്ന മറ്റൊരു പേര് സൗത്ത് ഇന്ത്യൻ റിബല്യൻ എന്നാണ്. രാമോസിസ് കലാപം നടന്ന കാലഘട്ടം 1822 മുതൽ 29 വരെയുള്ള കാലഘട്ടത്താണ്. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പൂനെയിലാണ്. കലാപത്തിൻ്റെ നേതാവ് ചിറ്റൂർ സിംഗ് ആയിരുന്നു. നെക്സ്റ്റ് വഹാബി പ്രസ്ഥാനം നിലനിന്നിരുന്ന കാലഘട്ടം 1830 മുതൽ 1860 വരെയാണ്. വഹാബി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സർ സയ്യദ് അഹമ്മദ് ബറേലിയാണ്. നെക്സ്റ്റ് പാലേക്കൊണ്ട കലാപം നടന്നത് 1831 മുതൽ 32 കാലയളവിലാണ്. വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം എന്ന് പറയുന്നത് പാലേക്കൊണ്ടയാണ്, ആന്ധ്രാപ്രദേശിലാണ്. വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് പാലക്കൊണ്ട ജമീന്ദാർ ആയിരുന്നു. നെക്സ്റ്റ് ഫറാസി കലാപങ്ങൾ. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളെയാണ് ഫറാസി കലാപങ്ങളെന്ന് അറിയപ്പെടുന്നത്.